നമസ്കാരം. ഞങ്ങളിന്ന് കുറച്ച് വെണ്ട വിത്ത് നടാൻ നോക്കലാണ്. വെണ്ട വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 മണിക്കൂറായി. എൻ്റെ മില്ലിന്ന് മരം മുറിക്കുന്ന ശബ്ദം കൊണ്ട് കേൾക്കുന്നില്ലെന്നറിയില്ല. ഒട്ടും വളക്കൂറില്ലാതെ മണ്ണിലാണ് വെണ്ട നടാൻ നോക്കുന്നത്. ഇത് പുതിയ മണ്ണ് ഇവിടെ കൊണ്ടിട്ടതാണ് പണയലിനെ. ഇത് ലെവലാക്കിയിട്ട് കല്ലെല്ലാം കുറേ പെറുക്കി വൃത്തിയാക്കി ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ ആണി എടുത്തിട്ട് നടാൻ നോക്കുന്നത്. ആണികൾ തമ്മിലുള്ള അകലാണ് ഏകദേശം 60 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഈ കൊള്ളീൻ്റെ ഇത്രയും അകലം വിട്ടിട്ട് ഇവിടുത്തെ ഒച്ചയാണ് ഈ കേൾക്കുന്നത്. എല്ലാ ലൈനും പൂർത്തിയായി. ആണിയിൽ വെണ്ണീറും കുറച്ച് ജൈവവളം ചേർത്തിന് കുറവാണ്. ഈ ചാരമില്ല, അതാണ് കൂടുതൽ ഇപ്പോൾ ഇടുന്നു. വേറെ ഇല്ല, വളം പൊടിച്ച് വളരുന്ന സമയത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ പറമ്പത്ത് വെണ്ട നടന്നുകൊണ്ട് ഈ ആണിയിലെല്ലാം നല്ലോണം കല്ലുണ്ട്. അത് വലിയ കല്ലെല്ലാം പൊറുക്കി കളയണം. വെള്ളം ഇട്ടിട്ടെല്ലാം ഇളക്കിയതിന് ഇത്രയും വിട്ടിട്ട് ഒരു 60 സെൻറ്റിമീറ്റർ വിട്ടിട്ടെല്ലാം നട്ടാൽ മതി. പക്ഷേ ഈ വിത്തെല്ലാം പൊടിക്കുമെന്നറിയില്ല, അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചിട്ടാണ് നടുന്നത്. ഇവിടെ ഒന്നും നടുന്നുണ്ടെങ്കിൽ ഇവിടെ പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അധികം ഉണ്ടെങ്കിൽ പൊരിച്ചങ്ങ് കളയാം. വളർച്ച കുറവുള്ളത് നോക്കി പൊരിച്ച് കളയാം. അതുകൊണ്ട് അടുപ്പിച്ചിട്ട് വെണ്ട വിത്തിൽ ഞാൻ കുറച്ച് വെണ്ണീർ ഇട്ടിട്ടുണ്ട്. നിർബന്ധമില്ല. പിന്നെ വിത്ത് നടാം. ഒരു വിത്ത് അവിടെ ഇട്ട് കുറച്ച് മണ്ണ് മണ്ണിൻ്റെ ഇടയിൽ മൂടണം. അത്രയും മണ്ണിടാതെ, കൂടുതൽ മണ്ണിടാൻ പാടില്ല. വിത്ത് മൂടിയാൽ മാത്രം മതി. വിത്തിൻ്റെ അത്രയും കട്ടിയിൽ മാത്രം മണ്ണിടുക. എല്ലാം തന്നെ നട്ടു. വെള്ളം താഴ്ത്തിയിട്ട് നന്നായി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെള്ളം വേണം. 3 ദിവസം എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കണം.